നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് വിയ്യപുരം ചുണ്ടൻ. അങ്കമാലിയിൽ കാറിൽ കടത്തുകയായിരുന്ന 192 ഗ്രാം MDMA-യുമായി രണ്ടുപേർ പിടിയിൽ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ കപ്പടിച്ച് വിയ്യപുരം ചുണ്ടൻ. പുന്നമടക്കായലിലെ വാശിയേറിയ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് വിയ്യപുരത്തിന്റെ കിരീട നേട്ടം. VBC കൈനഗരിയുടേതാണ് വിയ്യപുരം ചുണ്ടൻ. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം 2ാം സ്ഥാനത്തെത്തി. 3ാം സ്ഥാനത്ത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും 4ാം സ്ഥാനത്ത് നിരണം ബോട്ട് ക്ലബിന്റെ നിരണവും എത്തി. എറണാകുളം അങ്കമാലിയിൽ കാറിൽ കടത്തുകയായിരുന്ന 192 ഗ്രാം MDMA-യുമായി രണ്ടുപേർ പിടിയിൽ. ഈരാറ്റുപേട്ട സ്വദേശി അജ്മൽ ഷായും കോട്ടയം അതിരമ്പുഴ സ്വദേശി അനുജിത്തുമാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് പോകുന്നതിനിടെ അങ്കമാലി TB ജംഗ്ഷന് സമീപം കാർ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. കാറിന്റെ ഡാഷ്ബോർഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു രാസലഹരി. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും ചേർന്നുള്ള പരിശോധന. ഓണം ലക്ഷ്യമിട്ടെത്തിച്ച രാസലഹരിയാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ആരോപണത്തിൽ കഴമ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ പാർട്ടിക്ക് കഴിയില്ലെന്നാണ് KPCC നേതൃത്വത്തിന്റെ നിലപാട്. ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നിയമസഭാ കക്ഷി അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കി. സെപ്റ്റംബർ 15-ന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് രാഹുൽ അവധിയെടുക്കാൻ സാധ്യതയെന്നായിരുന്നു പാർട്ടി വൃത്തങ്ങളുടെ പ്രതികരണം. നാളെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും തുറന്നു പ്രവർത്തിക്കും. അന്നേ ദിവസത്തോടെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും സ്പെഷ്യൽ അരിയുടെ വിതരണവും പൂർത്തിയാകുന്നതാണ്. ഈ മാസം ഇതുവരെ 82% ഗുണഭോക്താക്കൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ 31-ന് മുമ്പ് തന്നെ വാങ്ങേണ്ടതാണ്. സ്റ്റോക്ക് എടുപ്പ് പ്രമാണിച്ച് സെപ്റ്റംബർ 1 തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഔഷധ പരസ്യ നിയമം ലംഘിച്ച കേസിൽ തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ പ്രതികളായ യോഗാചാര്യൻ ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണയും. കേരള ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ പരാതിയിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നടക്കുന്ന കേസിൽ 5 തവണയാണ് ഇവർ ഹാജരാകാതിരുന്നത്. തുടർന്ന് നീട്ടിവെച്ച വിചാരണ നടപടി ശനിയാഴ്ച നടക്കും. 1954-ലെ ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് നിയമം ലംഘിച്ച് പരസ്യം നടത്തുന്നതെന്ന് കാണിച്ച് ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ KV ബാബു നൽകിയ പരാതിയിലാണ് സംസ്ഥാന ഡ്രഗ് വിഭാഗം 2023 ഒക്ടോബർ 7-ന് ടീം രൂപീകരിച്ച് നടപടി തുടങ്ങിയത്. തിരുവനന്തപുരത്ത് ഓണാഘോഷത്തിനിടെ സുഹൃത്തുക്കൾക്കൊപ്പം മത്സരിച്ച് മദ്യം കഴിച്ച വിദ്യാർത്ഥിയെ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ആൽത്തറയിലെ പണി പുരോഗമിക്കുന്ന വീട്ടിലാണ് നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ 7 വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് മദ്യപിച്ചത്. അമിതമായി മദ്യപിച്ച +2 വിദ്യാർത്ഥി കുഴഞ്ഞു വീണതോടെ 5 പേർ ഓടി രക്ഷപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് മ്യൂസിയം പോലീസിനെ വിവരം അറിയിച്ചത്. ജമ്മു കാശ്മീരിൽ വീണ്ടും മേഘവിസ്ഫോടനം. 11 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്തതായി റിപ്പോർട്ട്. കാണാതായവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 5 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 7 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾ ഒലിച്ചു പോകുകയും വിവിധ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളായി ജമ്മു കാശ്മീരിൽ ശക്തമായ മഴ തുടരുകയാണ്. മഴയിൽ ഹിമാചലിലെ പാലങ്ങളും റോഡുകളും തകർന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്ക് തിരിച്ചടി. പ്രസിഡന്റിന്റെ അടിയന്തര അധികാരങ്ങൾ പ്രയോഗിച്ച് ട്രംപ് ചുമത്തിയ മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ അപ്പീൽ കോടതി വിധിച്ചു. വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി ഏപ്രിലിൽ ചുമത്തിയ പരസ്പര തീരുവകളും ഫെബ്രുവരിയിൽ ചൈന, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ തീരുവയുമാണ് കോടതി പരിഗണിച്ചത്. സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾ ഉൾപ്പെടെ പ്രത്യേക നിയമങ്ങൾ പ്രകാരം ട്രംപ് ഏർപ്പെടുത്തിയ മറ്റ് താരിഫുകൾക്ക് വിധി ബാധകമല്ല. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതിയും വജ്ര വ്യാപാരിയുമായ മെഹുൽ ചോക്സിയുടെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളി ബെൽജിയത്തിലെ അപ്പീൽ കോടതി. 6300 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നയതന്ത്ര തലത്തിൽ തുടരുന്നതിനിടെയാണ് മെഹുൽ ചോക്സി കോടതിയെ സമീപിച്ചത്. ഇന്ത്യയിൽ വമ്പൻ വായ്പാ തട്ടിപ്പ് നടത്തിയതിന് പിന്നാലെ ഇന്ത്യ വിട്ട ചോക്സി പലതവണ ഒളിവിൽ പോയിട്ടുണ്ടെന്നും ജാമ്യം ലഭിച്ചാൽ ബെൽജിയത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യയിൽ കേസ് അന്വേഷിക്കുന്ന CBI ബെൽജിയത്തിലെ കോടതിയെ അറിയിക്കുകയായിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി റെയിൽവേ. മികച്ച കളക്ഷൻ നേടിയ 7 റൂട്ടുകളിലെ ട്രെയിനുകളിലാണ് കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ട്രെയിൻ കോച്ചുകളുമായി 2019 ഫെബ്രുവരി 17-നാണ് രാജ്യത്ത് വന്ദേ ഭാരത് പ്രീമിയം ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. നിലവിൽ 8 മുതൽ 16 റെക്സ് കോച്ചുകളുമായാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.